വന്നിട്ടുള്ളത്. 3 പേരും ബ്ലാക്ക് ആണ്. പക്ഷെ നമുക്ക് വരാൻ പോകുന്ന ബ്ലാക്ക് കളർ ഫുഡില് എന്തൊക്കെ നല്ലതാണ് എന്തൊക്കെ വിയേർഡ് ആണ് എന്നുള്ളത് നമുക്കറിയാം. ബ്ലാക്ക് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കുറച്ച് ട്രിക്കിയാണ് കിട്ടാൻ വേണ്ടി. അതെ, പക്ഷെ ആ ബ്ലാക്കിൽ എന്തൊക്കെ വരും എന്നുള്ളത് 1-2 സാധനങ്ങൾ എനിക്കറിയാം. അത് നമുക്ക് ഭയങ്കരമായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ നമുക്ക് നല്ല സാധനങ്ങളാണ്. ഒന്ന് മറ്റേ ആ ബ്ലാക്ക് നൂഡിൽസ്, പിന്നെ ഒന്ന് ബാക്കി പറയണേ, പിന്നെ ഒന്ന് മറ്റേ നമ്മള് തിന്നുന്ന സാധനല്ലേ കൊറിയൻ, മറ്റേ സീവീഡോ, സീവീഡല്ല, മറ്റേ ഗിംബാപ്പ്. സീവീഡല്ല അതിന്റെ പുറത്തുള്ളത്. ഞാൻ ധൈര്യത്തെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരട്ടെ. മറ്റേ എന്തെങ്കിലും കരിഞ്ഞ റൊട്ടി, ബ്രെഡ്, പപ്പടം കരിച്ചത്, അടുപ്പിലിട്ട് ചുട്ടത്. ബ്ലാക്ക് കളർ ആവോ? അടുപ്പിലിട്ട് കഴിഞ്ഞാൽ കരിയോട് കൂടി ബ്ലാക്ക്. അങ്ങനെയാണോ തരിക? അല്ലാതെ നമുക്ക് ഓൾറെഡി ഉള്ള ഫുഡ് അങ്ങനെയല്ല തരിക. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് തരുന്ന ഫുഡ് ബ്ലാക്ക് കളറിലായി. സല്ലിനോട് ചോദിച്ചപ്പോ ഒന്ന് പതറിയോ? അങ്ങനെയുണ്ട്. ഞങ്ങള് ഒരു ഭീഷണി പോലെ ഇവിടെ ഭയങ്കര ഭീഷണിയുടെ സ്വരങ്ങളൊക്കെ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ മുഴക്കി പോലെ ഇവിടെ മുഴങ്ങൂ എന്നുള്ളത് നോക്കാം. ഞങ്ങൾക്ക് ഒരുപാട് ചാലഞ്ചസ് വർഷങ്ങളായിട്ട് പക്ഷെ തന്നു ശീലുണ്ട്. അതെ അതെ അതെ, ഞങ്ങള് റെഡിയാ. ഞങ്ങൾ ധൈര്യത്തോട് കൂടി ഇരിക്കാം. നിങ്ങളുടെ മുന്നിൽ ബൗൾ ഉണ്ടാവും, ഞങ്ങൾക്ക് റാൻഡം ആയിട്ട് ചൂസ് ചെയ്യാം. സ്റ്റോൺ പേപ്പർ സിസർ. അത് മതി, ഇഷ്ടായി പോയി. രണ്ടുപേർക്ക് നല്ല ബ്ലാക്ക് ഫുഡ് കിട്ടും, ഒരു വിയേർഡ് ഫുഡ് കിട്ടും. ചിലപ്പോ രണ്ടുപേർക്ക് വിയേർഡ് ഫുഡ് കിട്ടും, ഒരാൾക്ക് നല്ല ഫുഡ് കിട്ടും. ബ്ലാക്കിലായിരിക്കും. കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വിയേർഡ് ഫുഡും നല്ല ഫുഡും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ. നമ്പർ 1 വരട്ടെ. റെഡി? കണ്ടോ? അപ്പൊ നമ്മളെ ഫസ്റ്റ് റൗണ്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ബിൽഡപ്പ് കൊടുത്തതിനനുസരിച്ച് എന്തെങ്കിലും സാധനം കിട്ടും. ഷാമി പറഞ്ഞിട്ടുണ്ട് എന്തോ വേണം ഇങ്ങനെ പോകുന്ന പോലെ. അതെ, എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് എന്താണ് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റോൺ പേപ്പർ സിസർ. ഞാൻ ഒരു ആവേശത്തിന് വല്ലാത്തൊരു കുത്തു. ഓക്കെ, ഇനി സെക്കൻഡിനായിട്ട് ഞങ്ങള് ഇനി ശ്രീ സെലക്ട് ചെയ്തോ. ഓക്കെ, അപ്പൊ ഞാൻ സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാനത്. അപ്പൊ ഷാമി ഇത്. ഓക്കെ, നീക്കട്ടെ. അതൊക്കെ വെറുതെ ബിൽഡപ്പ് കൊടുക്കുന്ന വെറുതെ ഒരു കാര്യമില്ല. ഇവിടുന്ന് അങ്ങോട്ട് പോവില്ല. ഒന്നും അനക്കിക്കൂടെ? അതല്ല, അത് അവിടെ ലോക്കായി പോയി. കണ്ടാ? അതാണ് ഞാൻ പറഞ്ഞത്. കിട്ടി. നല്ല വെയിറ്റ് ഉണ്ട് തോന്നുന്നു. വെയിറ്റ് ഉണ്ടോ? വെയിറ്റ് ഉണ്ട്. ഓക്കെ, 3, 2, 1 go. ഇത് നല്ല എരിവുള്ള സാധനല്ലേ? ഇത് മറ്റേ എത്ര 8ഓ 6ഓ 4ഓ എത്ര? ഇത് ബ്ലാക്ക് നൂഡിൽസ് ആണ്. ബ്ലാക്ക് ബീൻ സോസ് നൂഡിൽസ്. അപ്പൊ ഗയ്സ്, നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ വന്നിട്ടുള്ളത് ബ്ലാക്ക് ബീൻ നൂഡിൽസും നല്ല ബ്ലാക്ക് ഡോണറ്റും ആണ് കേട്ടോ. ഞാൻ ഇത് ബ്ലാക്ക് ബീൻ നൂഡിൽസ് പറഞ്ഞാ പോരാ, ഹോട്ട് ആൻഡ് സ്പൈസി ബ്ലാക്ക് ബീൻ നൂഡിൽസ്. നല്ല സ്മെല്ലുണ്ട് ഹോട്ടിന്റെ. കഴിച്ചു നോക്കാം. ഇത് ഫുള്ളല്ലേ? കത്തിയോ? കത്തി. ഷാമിക്ക് അത്ര ഏറ്റില്ലെന്ന് തോന്നുന്നു. കുഴപ്പമില്ല അല്ലേ? അത്ര വിചാരിച്ച് ഞാൻ പേടിച്ച അത്ര എനിക്ക് ഫീൽ ചെയ്യില്ല. ഞാനത് പ്രതീക്ഷിച്ചു. അതെ, ഞാൻ അങ്ങനെ കാര്യമായിട്ട് ഇരിക്കുന്നൊക്കെ പ്രതീക്ഷിച്ചു. ഒന്നുകൂടെ ഒന്ന് കഴിച്ചു നോക്ക്. വേണമെങ്കിൽ ഇത് ഇത്തിരി കുടിക്കും ചെയ്തു. ഇവിടെ ഇത് തൊട്ട് മുന്നേ കഴിച്ചെന്താ മധുരമുള്ള വല്ലതും ആണോ? വെറുതെ അല്ല. ചെറുതായിട്ട് പോയ വഴി ഒരു എരിവുണ്ട്, എരിയുന്നുണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് എരിയില്ല. കുറേശ്ശെ തിന്നാ പോലെ. ഇഷ്ടായി? എനിക്കിഷ്ടായി. ഇതേ അല്ല ഉദ്ദേശിച്ചത്. തീരെ എരി പറ്റാത്ത ആളാണ്. പക്ഷെ എനിക്ക് ഇവിടെ എരിയുന്നുണ്ട്, ഇവിടെ എരിയുണ്ട്. പക്ഷെ എനിക്ക് എന്താ പറയാ? എന്ത് മോശം പരിപാടിയാണ്. കഴിഞ്ഞേ. ഞാൻ മൂട് പോയി. പറ്റൂല.
അല്ല സാർ ഈ കാര്യമായിട്ട് കൊണ്ടുവന്നത് അത് എന്താന്ന് ഗസ് ചെയ്ത തുടക്കത്തിൽ തന്നെ. അത് കഴിഞ്ഞാണെങ്കിൽ എരുണ്ടെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവരും ചെയ്ത് അതിട്ട് വർക്കായതില്ല. ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എന്താ എരിയാത്തത് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ മുന്നേ മടക്കൊന്നും തിന്നോണ്ടല്ല, മടക്കൊക്കെ തിന്ന് വെള്ളമൊക്കെ ഞാൻ കുടിച്ചത്, അതുകൊണ്ടൊന്നല്ല. ഇതൊക്കെ അറിഞ്ഞൂടാ. എനിക്ക് ഇവിടെ എക്സ്പ്രഷൻ കണ്ടിട്ട് തോക്ക് കൊടുത്തിട്ട് അതെനിക്ക് നല്ല നൂഡിൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നൂഡിൽസ് കാണുന്ന സമയത്ത് എന്നെ വിളിക്കി ഏതാ സ്പൈസി ഞാൻ പറഞ്ഞുതരാം. ആരും സത്യം പറയട്ടെ, ഇതൊരു വസ്തു കൊള്ളൂല. മധുരാന്നിട്ട് കാര്യം ഇതൊക്കെ ഇതുണ്ട്. ഇത് ഒരു സോഫ്റ്റ്നെസ് ഇല്ല, മറ്റേ ഉഴുന്നുവട പോലുണ്ടത്. അപ്പൊ ഈ റൗണ്ടിൽ ഞാൻ പണി ഉദ്ദേശിച്ച് 5 എന്താണ് നമുക്ക് പറയാൻ ഒരു ഇതുമില്ല കേട്ടോ. ഇതായിട്ട് വിചാരിച്ച് രണ്ടും തെറ്റിപ്പോയി. സെക്കൻഡ് റൗണ്ടിൽ കടന്നിരിക്കുകയാണ്. ഫസ്റ്റ് റൗണ്ടിൽ സല്ലിന് നല്ല പാളലായിരുന്നു. പറഞ്ഞാ പോലെ എന്തൊക്കെയോ മരക്കോട്ട കൂടി കെട്ടി ഇങ്ങനെ വന്നതായിരുന്നു. നല്ല പാളിയുണ്ടെന്ന് പക്ഷെ എനിക്ക് എന്തോ തോന്നുന്നില്ല. അല്ല അങ്ങനെയല്ല, എരിവുണ്ട്. എനിക്ക് എരിവില്ല. അതെന്താന്ന് എനിക്ക് അറിഞ്ഞു. എനിക്ക് അത് അത്ര എരിവില്ല, അതാണ് സംഭവം. എനിക്ക് മാട്ട സാധനം കേസ് കിട്ടിയത് മറ്റേ ഡോണറ്റ് എന്ന് പറഞ്ഞിട്ട് വടയുടെ മുകളിൽ അതാ പറഞ്ഞ ആ എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് ഇഷ്ടല്ലാന്ന് പറഞ്ഞത് അതന്നെയായിരിക്കും. എന്നാലും ഇത് ഒരേ സ്ഥലത്തുനിന്ന് വാങ്ങിയതായിരിക്കും. കൊണ്ട് വെച്ച സാധനമാണ്. എടാ ഇനി അത് മാറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും കാര്യം മനസ്സിലായി. ഇവിടെ ഇരുന്നവർക്കും കാണുന്നവർക്കും കണ്ടവർക്കും. പക്ഷെ ചെറുതായിട്ട് സ്വീറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ എന്റെ വെള്ളം കുടിച്ച് തീർത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് പേപ്പർ സിസർ തുടങ്ങാം. സ്റ്റാർട്ട് പേപ്പർ സിസർ. ഫസ്റ്റ് ഓക്കേ, സ്റ്റാർട്ട് പേപ്പർ സിസർ. ഓക്കെ, അപ്പൊ ഞാൻ സെലക്ട് ചെയ്യാൻ പോവാണ്. ഞാനിത് ഞാനപ്പ ഇത്. ഓക്കെ, നീക്കി കൂടെ ഗിംബാപ്പ് കൊണ്ടിട്ടുണ്ടോ? ഓപ്പണിയാ. 3, 2, 1 go. ചോക്ലേറ്റ് ബ്രൗണി. കരിഞ്ഞ വെളുത്തുള്ളി. ചക്കക്കുരു അതല്ല, വെളുത്തുള്ളി. അതിന് സ്മെല്ലടിക്കില്ലേ? ഇത് നോക്ക്, ഭയങ്കര ചോക്ലേറ്റ്. ഇത് കണ്ടിട്ട് തന്നെ കൊതി വന്നത്. അത് കറക്റ്റ് ഇങ്ങനെ ബ്ലാക്ക് കളർ. ഇതുണ്ടോ? ഇത് നമ്മള് മുന്നേ തിന്നില്ലല്ലോ. അറിയില്ല, എന്തായാലും ഞങ്ങളൊന്ന് തിന്നോക്കട്ടെ. എനിക്കത് മതി. എനിക്ക് വെളുത്തുള്ളി, കരിഞ്ഞ വെളുത്തുള്ളി. മീനിലിട്ട പൊരിച്ച വെളുത്തുള്ളില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോ ഇഷ്ടം കരിച്ച വെളുത്തുള്ളി. അത് ഗൈസ് ഞാനിത് ഗ്രില്ല് ചെയ്തെടുത്ത പാടയിൽ ഈ വലിയ വലിയ അതൊന്നും പറയണ്ട, ചുട്ടെടുത്തു. അത്ര ചുട്ടെടുത്ത്. ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറ. ഞാൻ നോക്കട്ടെ, പറഞ്ഞില്ല. കരി തിന്നുന്നാലുണ്ട്. രണ്ടെണ്ണം കൂടെ ഉള്ളു, പെട്ടെന്ന് തിന്നാ ഈ റൗണ്ട് തീർന്നു. ഇതൊരു എക്സ്ട്രാ കരി. അതൊക്കെ എന്താ കളയുന്ന ഷാമി? ഇതൊക്കെ കളയാതെ കഴിക്കേ. ബ്ലാക്ക് കളറാ അതല്ലേ കഴിക്കേണ്ടത്. ഇഷ്ടം തോന്നല്ലോ. ഇവിടെ വിശ്വസിക്കാൻ പറ്റില്ല. നമുക്ക് ചിലപ്പോ വിയേർഡായിട്ട് സാധനമൊക്കെ ഇഷ്ടപ്പെടും. അല്ല, എനിക്ക് അങ്ങനെയല്ല, ഒരു ഫീൽഡ് എന്തോ ഇനിയാണോ സെല്ല് വേണ്ട തിന്നോ. ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. അതേപോലെ ഞങ്ങൾ കഴിക്കട്ടെ. പൊരിച്ചെടുത്ത സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമായി. സ്മെല്ലടിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ വയ്യ. നീ വായ കുറച്ചു നേരം തുറക്കരുത്. ഇത് കണ്ടോ ഗൈസ്, ഇത് എന്ത് ടേസ്റ്റ് അറിയാം. ഇത് നല്ല വെളുത്തുള്ളി ആരോഗ്യത്തിന് ഹാനികര, സോറി നല്ലതാ. അതെ, അതെന്നെ തെറ്റി. ഷുഗർ ആരോഗ്യത്തിനും ഹാനികര. കരിഞ്ഞ തിന്നെ എന്തൊക്കെ പ്രശ്നം. പക്ഷെ വെളുത്തുള്ളി സ്കിന്നിനൊക്കെ എന്ത് നല്ലറിയോ. നല്ല വെപ്പണക്ക് സ്കിന്ന് അത്യാവശ്യം. കല്യാണമൊക്കെ അല്ലേ വരുന്നത്, വേണം ഞാനും ഇട്ട.
വെളുത്തുള്ളി ആരോഗ്യത്തിന് വളരെ നല്ലതായിട്ടുള്ള സാധനമാണ്. ഇത് ചുട്ട് വന്നോണ്ട് തന്നെ ചിലത് ചുട്ട് കഴിഞ്ഞ് നല്ല ടേസ്റ്റാ. വെളുത്തുള്ളിക്ക് ടേസ്റ്റ് ഉണ്ട് ചുട്ടിട്ട്. ചെറിയ ഇടക്കൊരു ഷാർപ്പ് ഫീൽ ചെയ്യുന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ തേർഡ് റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ റൗണ്ട് എനിക്ക് ചെറുതായിട്ട് പാളി, കുഴപ്പമില്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അതെ നമുക്ക് തീരെ ഏൽക്കുന്നില്ല. ഒക്കെ പണികളാ കിട്ടിയത്. പറയാൻ പറ്റില്ല. സ്റ്റോൺ പേപ്പർ സിസർ. റെഡി? സ്റ്റോൺ പേപ്പർ സിസർ. ഓക്കേ. Start paper scissor. സ്റ്റോൺ പേപ്പർ സിസർ. 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 ശരിയല്ലേ? ഓക്കേ. സ്റ്റോൺ പേപ്പർ സിസർ. സ്റ്റോൺ പേപ്പർ സിസർ. സ്റ്റോൺ പേപ്പർ. ഇന്റെ മോനെ ആരെങ്കിലും കിട്ടിയാ മതി. അപ്പൊ അനുസരിച്ചു ഷാമി തേർഡ്. അതെ അപ്പൊ ഞാനാണ് ഫസ്റ്റ്. ഓക്കെ ഞാനിത് ഞാൻ നേരത്തെ ഞാൻ ഇത് ഇതുവരെ എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ഇത് തന്നെ. തണുപ്പ് തണുപ്പുണ്ട്. ഓക്കെ 3 2 1 ഗോ. കൊമ്പൂച്ച. ഇതിന്റെ ആണോ രുചി? നല്ലല്ല. നല്ലതാണോ അല്ലതാണോ അല്ലാതെ അറിയില്ല. അത് പറഞ്ഞോണ്ടോ അതെന്താ സാധനം? ഒലീവ്. ഒലീവല്ലേ ഇത്? ഉപ്പിലിട്ട കറുത്ത ഒലീവാന്ന് തോന്നുന്നു എനിക്ക്. ടേസ്റ്റ് ഉണ്ടാവും ചിലപ്പോ. ഇല്ല ആ പണി ഏറ്റതല്ല. മാപ്പ് തരൂ. അത്ര ടേസ്റ്റ് ഇല്ല. അപ്പൊ ഇതെന്തൊക്കെയാ അവസ്ഥ? അപ്പൊ നല്ല നല്ലതായിരിക്കും. എന്റെ കണ്ണിലേക്ക് തുറക്കല്ലോ. കൊമ്പോച്ച് എനിക്ക് അറിയില്ല ഗൈസ്. മുക്കാൽ ഭാഗം നമ്മള് കളയാട്ടോ. ഇതങ്ങനെ തന്നെയല്ലേ? ഇതെങ്ങനെ കുടിക്കാൻ പറ്റുമോ? ഓക്കെ ഗൈസ് നമ്മൾ കുടിച്ചു നോക്കാം എന്താ ടേസ്റ്റ്. ശ്രീ അതിങ്ങനെ കുലിക്കുന്നതാണോ തോന്നുന്നില്ല. ഇങ്ങനെ പുറത്തേക്ക് നമ്മള് കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് ഇതാക്കിയില്ല, അതുകൊണ്ടാ തോന്നുന്നു. ബ്ലാക്ക് കളറില് കൊമ്പൂച്ചയാണ് ഗൈസ്. എന്ത് കൊമ്പൂച്ചയാന്ന് ബ്ലാക്ക് കളറിൽ ഒലീവ്. ശ്രീ കുടിക്കി ഒപ്പരം കുടിക്കാം നമുക്ക്. ഇത് പറയല്ലേ ഇത് പോണ്ടേ? അങ്ങ് പോണ്ട, അങ്ങനെ കുടിച്ചാ മതി. കൊള്ളാം. ഗ്രേപ്പ് പോലെ ഉണ്ട്. കഴിഞ്ഞപ്പോ എന്തൊരു ടേസ്റ്റ് എനിക്ക് മനസ്സിലാവണില്ല. എന്തൊക്കെ ഇത് കൊമ്പൂച്ച ഒഴിച്ച ഒലീവ്സ് അല്ലല്ലോ അല്ലേ? രസമുണ്ട്. ഒരു എന്താ പറയാ ഗ്രേപ്പ് ജ്യൂസിന്റെ ഒക്കെ വൈനിന്റെ അങ്ങനത്തെ ഒക്കെ ഒരു ടേസ്റ്റ് ഇല്ലേ? ഗോഡ് മോഡലാ. ഒന്നും ഏൽക്കുന്നില്ല. എന്താ ഇതാണ് ഗൈസ് ഒലീവ്സ്. ഇതെന്താ സംഭവം? ഒറ്റടിക്ക് തിന്നാന്നുള്ള ഞാനിത് മുഴുവൻ തിന്നാനൊന്നും പോകുന്നില്ല. ഇതില്ലേ നമ്മള് മറ്റേ പിസയിലൊക്കെ ഉണ്ട്. ഞാൻ പിസയിന്ന് വരെ എടുത്ത് മാറ്റി വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ അത് തിന്നുപോലും നോക്കിയിട്ടില്ല ഇതുവരെ. വളരെ നല്ലതാഞ്ചി. പക്ഷെ ഇത് എന്തിലും ഇട്ട് വെച്ചതാട്ടോ. ഉപ്പിലിട്ടതാ അത്. ഉപ്പിലിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമല്ല, അതിനോട് കൊണ്ടുവച്ചു. ഞാൻ എന്റെ ജന്മത്തിൽ ഇതുവരെ ഒലീവ്സ് ഉപ്പിലിട്ട. പക്ഷെ ബാക്കിയുള്ളൊക്കെ ഉപ്പിലിട്ട ഭയങ്കര ഇഷ്ടമാണല്ലോ. ആ മൊത്തം തിന്നണം ഗൈസ്. നമുക്ക് ഇത് കുടിക്കാല്ലേ? നല്ല രസല്ലേ? അത് ഞാനും ചെയ്യും. രണ്ട് രീതിയിലാണല്ലോ ഫുഡിന് റിയാക്ട് ചെയ്ത. ഇപ്പൊ ഞാൻ പറഞ്ഞു ഒക്കെ കഴിച്ചോടാ കൊണ്ടേ കുറച്ച് മുമ്പ് കൊടുക്കല്ലേ? നല്ല രസമുണ്ടാവും. പോലെ ഉണ്ടാവും. അതോളം ആഗ്രഹത്തിന് ഞാൻ കഴിക്കൂല. എല്ലാത്തും ഒഴിഞ്ഞു മാറുന്ന ആള് ശ്രീയാണ്. 5 ശ്രീക്ക് കൊടുക്കും. ശ്രീ ഒന്നും പറയല്ലേ ഗൈസ്. അത് നല്ല വൃത്തിയുടെ ടേസ്റ്റ് ഉണ്ട്. കൂടെ അങ്ങനെ തിന്നാ നല്ലത്. ആര് ഞാൻ അങ്ങനെ തിന്നല്ലേ? എനിക്കല്ലേ ഇത് വെച്ച് നിന്നാ കുടിക്കും. 5 അങ്ങനെയൊന്നല്ല മര്യാദ വാവർക്ക്
മര്യാദയ്ക്ക് കുടിക്കുന്നില്ല guys. ഇത് നോക്ക്, പ്ലേറ്റ് തന്നെ അതിന്റെ പകുതി ബാക്കിയുണ്ട്. ആകെ പകുതിയുള്ള കൊമ്പ് ചോറ് കുടിക്കാൻ പറ്റില്ല. ശ്രീ തീരെ കുടിക്കുന്നില്ല. എനിക്ക് തീരെ ഇഷ്ടാവില്ല. പകുതി പ്ലേറ്റ് തന്നെയാ. അത് പൊട്ടിപ്പോയതല്ലേ? പക്ഷെ അതാണല്ലേ അങ്ങനെ തുറക്കുമ്പോഴുള്ള ഒരു വൈബ്. പൊട്ടിപ്പോയിട്ട് അത് നോക്കി നിക്കുക പകുതി പോകുന്നവരെ. അതെന്താ അറിയുള്ളൂ വിചാരിച്ചത്, പോകുന്നത്ര പോട്ടെ, ബാക്കിയുള്ള കുപ്പിന്ന് കുടിക്കാം. ഇനി അഥവാ എനിക്ക് ഇഷ്ടമായ പ്ലേറ്റിലെ മോന്താന്ന് അതവള് വിചാരിച്ചിരുന്നത്. സ്പൂണോട് കോരി കുടിച്ചേരാൻ ഇഷ്ടപ്പെടാത്തോണ്ടാണ്. അതാണ് ഇതൊക്കെ ഭയങ്കര ഫേമസ് ആണ്. പക്ഷെ ചിലർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല. പിന്നെ ഇത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് കഴിക്കുന്ന ഒരു സാധനം. എല്ലാവർക്കും ഇഷ്ടം, ഒരുവിധ ആൾക്കാർക്ക് ഇഷ്ടമില്ല. എല്ലാവർക്കും ഇഷ്ടം. അല്ല, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനല്ലേ ഇത്. അപ്പൊ അതുകൊണ്ട് ഇഷ്ടാവാൻ സാധ്യത ഉണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഒന്നുകൊണ്ട് തിന്നൂല. തിന്നണോ? ഞാൻ നേരത്തെ നൂഡിൽസ് ഫുള്ള് വെളുത്തുള്ളി തിന്നു, അതേപോലെ തിന്നുക. ഇതുവരെ വന്ന സാധനങ്ങളൊക്കെ ഫുള്ള് ബ്ലാക്ക് കളറിലെ നല്ല അടിപൊളി സാധനങ്ങളാണ് വന്നത്. എനിക്ക് വന്ന മൊത്തം ഇവക്കൊന്നും ഏൽക്കുന്നില്ല, ഞങ്ങൾക്ക് ഏൽക്കേണ്ടതൊക്കെ കൃത്യമായിട്ട് ഇവക്ക് വന്ന സാധനങ്ങളൊക്കെ അബദ്ധമായിരുന്നു. പക്ഷെ അതൊക്കെ ഒക്കെ അടിപൊളി നമ്മള് പറയുന്നത്. എന്തൊരു മനുഷ്യനാണ് മനസ്സിലാവുന്നില്ല. അപ്പൊ നമുക്ക് ഈ റൗണ്ടിൽ കിട്ടാൻ നോക്കാം. റെഡിയല്ലേ? സ്റ്റാർട്ട് പേപ്പർ സീസർ. സ്റ്റാർട്ട് പേപ്പർ സീസർ. ഓക്കേ, 5 ഫസ്റ്റ്. സ്റ്റാർട്ട് പേപ്പർ സീസർ. ഞാൻ സെക്കൻഡ്. ഞാൻ സെക്കൻഡ്. ഞാനിത്. അപ്പൊ ഞാൻ ഓക്കെ. ഇത് വെയിറ്റ് ഇല്ലട്ടോ. ഇല്ലല്ലോ. 3, 2, 1 ഗോ. ഓറിയോ. 3 പേർക്ക് സെയിമാ. ഒരാൾക്ക് ഓറിയോ. ഓറിയോ ബിസ്ക്കറ്റ്. ഓറിയോ ബിസ്ക്കറ്റ്. ഓറിയോ ബിസ്ക്കറ്റ് ഉള്ളിലാണോ ഇനി എന്തെങ്കിലും ഉള്ളിലാണോ പണിയുള്ളത്? കഴിക്കണോ? അത് തുറന്നു നോക്കി കഴിക്കണോ? ഓറിയോന്റെ ഉള്ളിലാ പണി. ഇതില് ക്രീമാ. എനിക്കിതാ ക്രീം. നോക്ക്, ഒട്ടി കളിക്കുന്ന ഗ്ലൂ പോലത്തെ പേസ്റ്റ്. വായ ക്ലീൻ ആവും. വായ ക്ലീൻ ആവും, പക്ഷെ തീറ്റയും പല്ലുതേപ്പ് ഒരുമിച്ച്. അത്രേ ഉള്ളൂ. ഒന്നോളൂ. ഇതാണ് കേൾക്കും. നല്ല ബിസ്ക്കറ്റാ ഗൈസ്. ഈ ക്രീം ഉണ്ടെങ്കിലേ ടേസ്റ്റ് ഉള്ളൂ. പക്ഷെ ചിലപ്പോ വെറൈറ്റി ടേസ്റ്റ് പിടിച്ചിട്ടുണ്ടാവും. കുറച്ച് വെള്ളം തരട്ടെ, ഊതി കളിക്കാൻ ബബിള് വരാൻ. എന്താ വയലിങ്ങനെ വഴുവഴുപ്പ് വായ മൊത്തം പുകഞ്ഞിട്ട് ചോക്ലേറ്റിന്റെ ടേസ്റ്റ് കൂടെ വന്നിട്ട് എന്താവുന്നു? പല്ല് തേച്ചോണ്ടിരിക്കുമ്പോ ഒരു ചോക്ലേറ്റ് കുടിച്ച ഫീൽ. അത് വല്ലാത്തൊരു എന്റെ ബിസ്ക്കറ്റ് തീർന്നു. ഞാൻ തിന്നു കഴിഞ്ഞു. ശ്രീക്ക് ഇഷ്ടമായി തോന്നുന്നു. അങ്ങനെ ഒരു തുള്ളി ഉമിനീര് പോലും അതൊക്കെ പോകാൻ പാടില്ല. ഇറക്കരുത്. ഇതിപ്പോ ശരീരം പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. നമുക്കൊരു തുള്ളി ഉമിനീര് പോലും ഇറക്കാൻ പറ്റൂല. അതങ്ങനെ ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. ട്രൈ ചെയ്ത് നോക്കിയതാ. അവിടെ പല്ലേപ്പ് തുടങ്ങിയിട്ടുണ്ട്. പല്ലേപ്പ് കഴിഞ്ഞപ്പോ വായ കഴുകുക. ഫ്രഷായി. വെളുത്തുള്ളിന്റെ ടേസ്റ്റ് അങ്ങോട്ട് പോയി. വെളുത്തുള്ളി ഇവളെ കൊണ്ടുള്ള ഉപദ്രവം കഴിഞ്ഞു കിട്ടി. അങ്ങനെ നമ്മൾ ലാസ്റ്റ് റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത്രയും റൗണ്ടുകൾ താണ്ടി വരുമ്പോ നമ്മൾ എത്ര ബ്ലാക്ക് ഫുഡുകളാണ് കണ്ടത്. വെറൈറ്റി ആയിട്ടുള്ള ബ്ലാക്ക് ഫുഡുകളാണ്. അതിൽ എത്ര പണികളാണ് ഉള്ളത്. തുടങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു നൂഡിൽസിനെ പറ്റിയിട്ട് ഒരു ഗിംബാപ്പിനെ പറ്റിയിട്ടായിരുന്നു. പക്ഷെ എന്തൊക്കെ ബ്ലാക്ക് ഫുഡുകൾ നമുക്ക് മുന്നിലൂടെ കടന്നു പോയി. അതെനിക്ക് തോന്നുന്നു കൂടുതൽ കഴിച്ചതിലും കുറച്ച് എന്താ പറയുക ടേസ്റ്റ് കുറവുള്ളതാ കിട്ടിയത്. എന്ത് ബ്ലാക്ക് കളറിൽ ടേസ്റ്റ് കുറവല്ലേ കൂടുതൽ കിട്ടിയത്. അണക്കല്ലേ മറക്കായത്. പോട്ടെ, ഏകദേശം അങ്ങനെയായിരുന്നു എനിക്ക് കിട്ടിയത്. ആ ബ്രൗണി ഒക്കെ കൊള്ളായിരുന്നു. ബാക്കിയുള്ള മാട്ട സാധനം. പിന്നെ മറ്റേ ഇത് എന്താണ് മറ്റേ സാധനം ഡോണറ്റ് ഒരു വസ്തുവിന് ഉള്ളില്ലേ. പക്ഷെ ടേസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചു വെച്ച സാധനം. അതെ, അത് ഓല അബദ്ധം പറ്റി. എന്നിട്ട് ഓൻ പറയും എനിക്ക് മണിയത്. ഓക്കെ, മൂന്നാമത് ഓക്കെ. ഫസ്റ്റ് ഞാനാണേ. ഞാനിത് ഇത് അപ്പൊ ഞാനിത്. ഓക്കെ.
ഫീലില്ല ഇല്ല നീന് വെയിറ്റ് ഇല്ല. ഓക്കെ അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്ക് രണ്ടാക്കും ഒരേ സാധനം വെറൈറ്റി സാധനം ഓക്കെ 3 2 1 ഗോ. എന്താ ഇത്? ഇത് കൊള്ളാം guys. കേക്ക് guys, ഒരു കേക്ക് ഇത് എന്ത് രസാ കാണാൻ. കേക്ക് ബർത്ത്ഡേ കേക്ക് മുന്നേ മുറിച്ച് ഞാൻ ചെറുതിങ്ങനെ അതാ ഞാനിങ്ങനെ കടിച്ചു തിന്നാൻ തോന്നുന്നു. ഞാൻ നോക്കട്ടെ രാവിലെ. അയ്യോ നല്ല ബെൽജിയം ചോക്ലേറ്റ് കിട്ടില്ല ചോക്ലേറ്റ് കേക്ക്. എന്താ തിന്നു? അത് എണ്ണുണ്ടൊന്നുമല്ല. തിന്നുന്നില്ല, കടിക്കുന്നുള്ളൂ. തിന്നാതെ വരെ കിട്ടിയിട്ടില്ല. എന്ത് ടേസ്റ്റ് ആജി? പല്ലാണോ എള്ളുണ്ടാണോ? എള്ളുണ്ടയാ? ഇത് ശരിക്കും ഇങ്ങനത്തെ എള്ളുണ്ട്. എള്ളുണ്ടല്ലേ? എള്ളുണ്ട മതിമറന്നു പോയതാണ് guys. ഭയങ്കര തിരിച്ചടിച്ചിരിക്കുക. ഞാൻ അതിന്റെ അങ്ങനത്തെ എള്ളുണ്ട. ഇടയ്ക്ക് സാവൊക്കെ തുടങ്ങി പോവും. അതൊക്കെ സ്വാഭാവികം guys. ഇതിനൊരു ടേസ്റ്റ് ഇല്ലാതല്ലോ. എള്ളുണ്ടെങ്കിലല്ലേ ഈ ഉദ്ദേശിച്ച വേറെ ഉച്ചസ്ഥായിൽ മധുരം കയറിയ അവസ്ഥ അപ്പൊ എനിക്ക്. കാരണം ഞാൻ മറ്റേ ഇത് തിന്നില്ലേ, ബ്രൗണി ബ്രൗണി അതും ഇതുപോലെ തന്നെയായിരുന്നു. പക്ഷെ നല്ല പക്ഷേ ടേസ്റ്റ് ഇത് നല്ല ബെൽജിയം ചോക്ലേറ്റ് പോലെ തോന്നുന്നുണ്ട് എനിക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു ചുറ്റിക കൂടി വെക്കായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഒക്ടോബറില് ഗൈസ് നല്ല രസമുണ്ട് ഗൈസ്. ഞാൻ വെറുതെ പറയല്ല, ഇതുവരെ തിന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനം എനിക്ക് ഇതാ ഫീൽ ചെയ്യുന്നത്. അയ്യോ പോയല്ലേ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അതൊന്നും തരാൻ. ഞാനും ഇത് വേണം ഒരാൾക്ക് മുഴുവൻ കഴിക്കാലോ. കൊണ്ട് എന്തൊരു സോഫ്റ്റ് ആണോ. എന്ത് രസാണോ. ആ നേരത്തെ ബ്രൗണി തിന്നില്ലേ, അതിന്റെ പോലെ ഉണ്ടെങ്കിലും തോന്നുന്നു. പക്ഷെ അതിനെക്കാട്ടും അടിപൊളി നല്ല സോഫ്റ്റ് ഇതാണോ. ഇത് കണ്ടാൽ മനസ്സിൽ നല്ല സോക്ക് ആയിട്ടുള്ള വായ തുറന്ന് വരുന്നില്ല. നല്ല സോക്ക് ആയിട്ടുള്ള ആ ഒരു ഇതിനെന്താ പറയല്, സോക്ക് ആയിട്ടുള്ള സ്പഞ്ച്. അതിന്റെ ഇടയിൽ ചോക്ലേറ്റ് ഗണാഷ് ഇല്ലേ ബെൽജിയം ചോക്ലേറ്റ്. അത് തിന്നാൻ പറ്റില്ല ഇതുവരെ. കടുത്തിട്ട് കിട്ടണ്ട. ഇതന്നെ ഞാൻ ഈ ഷേപ്പ് ആക്കി എടുക്കാൻ എന്ത് പാടുപെട്ടിട്ടുണ്ടോ. അന്നെ പല്ലപ്പ പോയി ചോദിച്ചാൽ ഇത് എള്ളുണ്ടല്ല, ഇത് പല്ലുമ്മലൊട്ടിയാണ്. അല്ല ഇത് എള്ളുണ്ടയോ? എള്ളുണ്ട പോലത്തെ പല്ലുമ്മലൊട്ടി. ഇത് ദാടാ എള്ളുതാ. അപ്പൊ ഗൈസ് നമുക്ക് ലാസ്റ്റ് റൗണ്ട് വന്നിട്ടുള്ളത് ബ്ലാക്കിൽ നല്ല അടിപൊളി ബെൻഡോ കേക്കും പിന്നെ എള്ളുണ്ടയാണ്. അതെ, രണ്ടും നല്ല സാധനം കേട്ടോ വന്നത്. ശ്രീക്ക് കുറച്ച് മെനക്കെടുണ്ടെന്നുള്ളു തിന്നാൻ. നല്ലതൊന്നും പറയാൻ പറ്റില്ല, കാരണം ശ്രീക്ക് അത് കല്ലുണ്ടായിരുന്നു. അപ്പൊ ഗൈസ് ഇന്നത്തെ ചാലഞ്ച് ഇത്രയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ എനിക്ക് ബ്ലാക്കിൽ കിട്ടിയതെല്ലാം അടിപൊളി സാധനങ്ങളാണ്. ആ കൊറ്റൊന്ന് മാത്രം, ആ ഓരോ വിത്ത് ബേസ് മാത്രം എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് കുഴപ്പമില്ല, നല്ല അടിപൊളി സാധനങ്ങൾ. ഇത് അടിപൊളി സാധനമാണ്. എനിക്ക് അങ്ങനെ എന്തോ ഒന്ന് കിട്ടിയത്. അയ്യോ ഒലീവ്സ്, എന്റെ അമ്മ എനിക്ക് ഇപ്പഴാ ഓർമ്മ വന്നത്. ഞാനതൊക്കെ മറന്നിരിക്കുന്നു. അത് ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയുള്ള നല്ല നല്ല സാധനങ്ങൾ എനിക്ക് കിട്ടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് സഹിക്കാൻ പറ്റാത്ത കൊമ്പൂച്ച മാത്രമായിരുന്നു. പിന്നെ ഇത് തുടക്കത്തില്ലേ, ഇപ്പൊ ഞാൻ കടിച്ചൊരു ലെവലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ചാനൽ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ ഇത്രയും പെട്ടെന്ന് തന്നെ വരും. അതായത് ശ്രീലക്ഷ്മി, This is Sanjita. sign off.